ഹായ് ചങ്കുകളെ, രാവിലെ ഒരു എണ്ണയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പുരട്ടുന്ന എണ്ണയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ തുടങ്ങുന്നത്. അതിനാവശ്യമായിട്ട് സാധനങ്ങൾ മൂന്ന് സാധനങ്ങൾ മതി. നമ്മളുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണത്. ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിലില്ലാതിരിക്കുന്നത് കരിഞ്ജീരകം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കുറച്ചൊരു 50 ഗ്രാമോ 100 ഗ്രാമോ വാങ്ങിച്ച് വെച്ചിരുന്നാൽ എന്തെങ്കിലും ഇതിനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് 1 സ്പൂണ് ഉലുവയാണിത്, ഉലുവ. അടുത്തത് നമുക്ക് വേണ്ടിയത് 1 സ്പൂണ് കരിഞ്ജീരകമാണ് വേണ്ടിയത്. കരിഞ്ജീരകം 1 സ്പൂണ് മതി. അതെ, ഇത് 100 ഗ്രാം എണ്ണയ്ക്കുള്ളതാണ്. ഞാനിപ്പോൾ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് എടുക്കുന്നത്. നമുക്ക് തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ വേണമെന്നുള്ളേ ഉള്ളൂ. ഏത് എണ്ണ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് ഇപ്പം ഈ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ്. ഇത് 100 ഗ്രാം. ഈ 100 ഗ്രാം എണ്ണയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തേയിലയാണ്. 1 സ്പൂൺ തേയില മതി. അത് ഇപ്പോഴും വേണ്ട, നമുക്കിനിയിപ്പോൾ ഈ എണ്ണ ഒന്ന് കാച്ചിക്കൊണ്ട് വരാം. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഇത് വെക്കാം. തീ കത്തിച്ച് ചീനിച്ചട്ടി വെച്ചു. ഇനി നമുക്ക് ഈ 2 സാധനങ്ങൾ, കരിഞ്ജീരകവും ഉലുവയും ഇതിലിടുക. ഇതൊരു കുറച്ച് സമയം ഒന്ന് ചൂടാക്കുക. ഒരു ചെറുതായിട്ടൊന്ന് ചൂടാകുന്നത് വരെ ഇതൊന്ന് ചൂടാക്കുക. ഇത് ഒത്തിരി ഒന്നും വേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ട് ചട്ടി ചൂടായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇതാക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ 100 ഗ്രാം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലവണ്ണം നമുക്ക് തിളച്ച് നല്ലവണ്ണം ഈ എണ്ണ മുറുകി വരണം. അത് എണ്ണയൊന്ന് തിളച്ചോട്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ ഇപ്പം കാണിച്ചു തരാം, അതിൻ്റെ പരുവമൊക്കെ കാണിച്ചു തരാം. എണ്ണയൊന്ന് തിളച്ച് വരണം. ഇപ്പം തന്നെ നമുക്ക് ആ കരിഞ്ജീരകം ഒന്ന് ചൂടാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് കിടന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം. ഇപ്പം അതാണ്ട് എണ്ണ തിളച്ച് വരുന്നുണ്ട്, കണ്ടോ? എണ്ണ തിളച്ചു. അപ്പോൾ നമുക്കൊന്ന് പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ എണ്ണ. എണ്ണ നല്ലവണ്ണം തിളച്ചു. ഇതിലിട്ടേക്കുന്ന ഈ കരിഞ്ജീരകം ഈ ഉലുവായും നല്ലവണ്ണം ഇത് മൂത്ത് വരണം. ഈ മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ല കാച്ചിയ എണ്ണയുടെ ഒരു നല്ല സ്മെല്ല് വരും. ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് മൂത്ത് വരും. ഉണ്ടോ? അപ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കിടക്കുന്ന ഉലുവായും ഈ കരിഞ്ജീരകവും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ പതയൊക്കെ ഒന്ന് അടങ്ങിയിട്ട് വരുന്നുണ്ട്. എണ്ണ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് വരും. കരിഞ്ഞു പോകാതെ കണ്ട് ശ്രദ്ധിക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത്.
എണ്ണ കാച്ചുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കൈ വിടാതെ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഇത് അപ്പം നമുക്കിതിനകത്ത് ഏതാണ്ട് പതയെല്ലാം അടങ്ങി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴിതിൻ്റെ ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളിത് തീ ഓഫാക്കിയിട്ട് ഇങ്ങനെ നിർത്തും. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം നമ്മൾ ഇളക്കണം. ഇത് കണ്ടോ തീ അത്. അപ്പോൾ ഈ എണ്ണ മൂത്ത നല്ല മണം വരും നമുക്ക്. അപ്പോൾ അങ്ങനെ ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. അതുകൊണ്ട് ചീനിച്ചട്ടിക്ക് ചൂട് പിടിച്ച് കഴിഞ്ഞാലൊക്കെ കൊണ്ട് ഇതിനകത്ത് കിടക്കുന്നതൊക്കെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നല്ലവണ്ണം അത് മൂത്ത് വരും. അങ്ങനെ അപ്പോൾ ആ എണ്ണയുടെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഈ ഒരു ദിവസം ഫുള്ളായിട്ട് ഇപ്പം ഇന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നാളെ രാവിലെ നമ്മൾ എടുക്കണം. ഇത് എടുത്തിട്ട് ഇതിങ്ങനെ ഒരു ദിവസം ഇതിനകത്ത് വെച്ച് നാളെ രാവിലെ എടുക്കണം. എടുത്തിട്ട് ഈ എണ്ണ ഇതിനകത്തുനിന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ആ അരിച്ചെടുക്കുന്ന അത് തണുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ദിവസം ആകുമ്പോഴത്തേന് എണ്ണ തണുക്കുമല്ലോ. ആ തണുത്തതൊരു ചില്ല് കുപ്പിക്കകത്ത് ഇത് ഒഴിച്ചു വെക്കണം. ഈ ചില്ല് കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ എണ്ണയ്ക്കകത്ത് നമ്മൾ തേയില എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ തേയില ഒരു സ്പൂണ് തേയില ഇടണം. ആ തേയില ഇട്ടിട്ട് അതങ്ങനെ വെച്ചേക്കണം. വെച്ചിരുന്നിട്ട് ആ എണ്ണയാണ് നമ്മൾ തലയിൽ പുരട്ടാൻ നേരം എടുത്ത് പുരട്ടേണ്ടത്. ഇതിപ്പോൾ ഈ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന എണ്ണയുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം ഈ തേയില നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്പൂണ് തേയിലയാണ് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടേണ്ടത്. നമ്മൾ ആ തിളപ്പിച്ച് മുറുക്കി വെച്ചേക്കുന്ന എണ്ണയ്ക്കകത്ത് ഗ്ലാസ്സുള്ള കുപ്പിയായിരിക്കണം. സാധാരണ അലൂമിനിയമോ അല്ല സ്റ്റീലിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒന്നും ബോട്ടിലെടുക്കരുത്. നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ ഇത് എടുക്കാതെ കൊണ്ട് നമ്മൾ സാധാരണ കുപ്പി മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ഞാൻ ഇതിട്ട് വെച്ചേക്കുന്ന എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണ ഇനിയും പുരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടോ. ഇത് നല്ല കറുത്ത ഒരു കറുപ്പ് പച്ച കളറാണ് ഇതിന്, ഈ എണ്ണയ്ക്ക്. അത് കണ്ടോ. ഈ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ മുടി വളരും, തലയുടെ ചൊറിച്ചിൽ പോകും, താരൻ പോകും, എല്ലാം പോകും. ഇതാണ് ഈ എണ്ണയുടെ ഗുണമെന്ന് പറയുന്നത്. ഇതൊരു കോട്ടൺ എടുത്തിട്ട് ഈ കോട്ടൺ മുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുടിയെ ഞാൻ പുരട്ടുന്നത് ഇതാണ്. അതാണ് എൻ്റെ മുടി കണ്ടോ. ഞാൻ നേരത്തെ ഒരു പായ്ക്ക് ചെയ്ത് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഈ മുടിയാൽ പുരട്ടേണ്ടതെന്ന് പറയുന്നത് കണ്ണിങ്ങനെ മുടി പകുത്തെടുത്തിട്ട് ഒരു കോട്ടണിൽ എണ്ണ എടുക്കുക. എന്നിട്ട് തലയിൽ ഇങ്ങനെ ഓരോ പകുപ്പിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. മുടി ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെല്ലാം ഇത് നല്ലവണ്ണം തേക്കണം. മുടിയാൽ തലയോട്ടിയാലാണ് എണ്ണ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മൊത്തത്തിൽ എല്ലായിടും കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്തിട്ട് എണ്ണ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലായിടും നല്ലവണ്ണം പരത്തി കൊടുക്കണം. തലയുടെ എല്ലാ ഭാഗത്തും പരലാനെ കൊണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് വിരലിൻ്റെ തുമ്പിലോട്ട് ഇത് പരട്ടുക. തലയുടെ അകത്തോട്ട് മുടി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുത്ത് ഇത് പരട്ടണം. നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് വേണം തലയിൽ നമ്മളിത് പരത്തി കൊടുക്കുക.
ഒരു 5 മിനിറ്റ് നേരം നമ്മളൊരു ചെറിയ മസാജ് കൂടെ കൊടുക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് മുടിയെ കൂടെ നല്ലോണം അങ്ങോട്ട് പരട്ടി കൊടുക്കുക. ഞാൻ മുടി നീട്ടി വളർത്തത്തില്ല. മുടിക്ക് നല്ല ഉള്ളുള്ളത് കൊണ്ട് എനിക്കൊരാവശ്യത്തിനുള്ളൊരു നീളം കഴിയുമ്പോൾ ഞാനത് മുറിച്ച് വിടുകയാണ് പതിവ് കേട്ടോ. ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു മാസം, ആഴ്ചയിലൊരു 2 ദിവസം ഇത് ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാലെ കൊണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണം മുടി കിളിക്കും, താരണ്ടവും തലയിലെ ചൊറിച്ചിൽ മാറും. ഇതെല്ലാം ഈ ഒരു എണ്ണ കൊണ്ട് നമുക്ക് നടക്കുന്നതാണ്. 20 മിനിറ്റ് നേരം നമ്മളിതിങ്ങനെ തലയിൽ വെച്ചതിന് ശേഷം മൈൽഡ് ഷാമ്പുവോ ഇല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ചിട്ട് വേണം തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഈ പാത്രത്തിൽ ഈ എണ്ണയ്ക്കകത്തിട്ട് വെക്കുന്ന തേയില ഇത് ഊറ്റിക്കളയേണ്ട കാര്യമില്ല. ഈ എണ്ണ തീരുന്നിടം വരെ ഈ തേയില ഇതിനകത്ത് തന്നെ കിടന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഇറങ്ങിയിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് ഇത് കിടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു. എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. ഓക്കെ, ബൈ.